രാം നാരായണ രാം. നമ്മുടെ ഇന്ത്യ എങ്ങനെ പുരോഗതിയിലേക്ക് മുന്നോട്ട് പോകും? വരും കാലഘട്ടങ്ങളിൽ രാജ്യത്ത് എന്തെല്ലാം പോസിറ്റീവ് മാറ്റങ്ങൾ സംഭവിക്കും? ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കും. ആദ്യം, നമ്മുടെ രാജ്യത്തിൻ്റെ പണം എവിടെ മനുഷ്യരുടെ കയ്യിലേക്ക് പോകുന്നത് അത് തടയേണ്ടത് ആവശ്യമാണ്. മുമ്പ് ഇന്ത്യയിൽ പലതരം വസ്തുക്കളും ഇറക്കുമതി ചെയ്യപ്പെടുന്നതിനാൽ അവ നിർമ്മിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ അവർക്ക് ലഭ്യമല്ലായിരുന്നു. മാത്രമല്ല, പണവും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ പലതും കയറ്റുമതി ചെയ്യപ്പെടുന്നു. കാരണം ഇപ്പോൾ നാം സമ്പന്നരാണ്. എല്ലായ്പ്പോഴും ആവശ്യമായ ഉപകരണങ്ങൾ ഇന്ത്യയിൽ ലഭ്യമാണ്. എന്നാൽ ഇന്ത്യയുടെ പല പണവും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ മാത്രമേ ചെലവാക്കപ്പെടുന്നുള്ളൂ. അതിൻ്റെ തടസ്സം വേണം. ഈ ഭൂമി ഒന്നാണ്, ആകാശം ഒന്നാണ്, എന്നാൽ രാജ്യങ്ങൾ ഒന്നാകുന്നില്ലേ? നമ്മൾ സ്വത്ത് അവകാശങ്ങൾ ഒഴിവാക്കി ഒത്തുചേരണം. എല്ലാവരും ഒരുമിച്ച് വരേണ്ടതാണ്. ജാതിയും മതവും രാഷ്ട്രീയവും മീതെ ഉയരേണ്ടതാണ്. പ്രകൃതിയുമായുള്ള ഏതെങ്കിലും വ്യത്യാസം ഇല്ലായിരുന്നു. സൂര്യൻ ഞാൻ ഇന്ന് ആരും വെളിച്ചം നൽകില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചന്ദ്രൻ ഞാൻ ഇന്നത്തെ വൈകുന്നേരം ചന്ദ്രപ്രകാശം നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാറ്റ് ഞാൻ ഇന്നത്തെ ഈ ദിശയിൽ പറക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ മനുഷ്യൻ ഈ വ്യത്യാസം എന്തുകൊണ്ട് സൃഷ്ടിക്കുന്നു? നമ്മൾ ഒന്നും തമ്മിൽ ഭേദഗതി നടത്തുന്നുണ്ടോ? ഈ ചിന്ത മാറ്റേണ്ടത് അനിവാര്യമാണ്. ഏറ്റവും പ്രധാനമായുള്ളത് എല്ലാവരിലും ഒരു മതവും ഒരു ഭരണഘടനയും വേണ്ടിയാണ്. അത് പ്രകൃതിയുടെ മതവും ഭരണഘടനയും ആയിരിക്കുക. ആകാശത്തിൻ്റെയും പ്രകൃതിയുടെയും നയങ്ങൾ, ആശയങ്ങൾ, പ്രവൃത്തികൾ, മതങ്ങൾ ഭൂമിയിലെ കാര്യങ്ങളിൽ പ്രയോഗിക്കപ്പെടണം. ഈ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ ആദ്യം ആത്മവിചാരണ ആവശ്യമാണ്. ഇന്നത്തെ മനുഷ്യൻ തന്നെ മറ്റൊരാളുടെ ശത്രുവായിരിക്കുന്നു. നമ്മൾ നമ്മുടെ ബുദ്ധിയെക്കുറിച്ചും വിശകലനം ചെയ്യുമ്പോൾ ഞങ്ങൾ എവിടെയാണ് തെറ്റത് എന്ന് മനസ്സിലാക്കാം. കാരണം നമ്മുടെ ബുദ്ധിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമേ സത്യം അല്ലെങ്കിൽ തെറ്റ് തിരിച്ചറിയാൻ സാധിക്കൂ. പ്രകൃതി നമ്മെ എല്ലാം നൽകിയിട്ടുണ്ട്. പ്രകൃതിയും ഒരു നിയമം പ്രകാരം പ്രവർത്തിക്കുന്നു. നമ്മൾ എല്ലാം പ്രകൃതിയുടെ നിയമം പാലിച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. നമ്മുടെ രാജ്യത്തെ, ലോകത്തെ, കുടുംബം ജീവിച്ചാൽ ആരുടെയും പ്രശ്നങ്ങളോ വാഗ്ദാനങ്ങളോ ഉണ്ടാകില്ല. എല്ലാം ഒത്തുചേരിയും മുന്നോട്ടു പോകുന്നു. പ്രകൃതിയിൽ പങ്കാളിത്തവും പ്രണയവും മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സോടെ ജീവിച്ചാൽ ജീവിതം എത്ര എളുപ്പമായിരിക്കും. നമ്മൾ തന്നെ നമ്മുടെ ജീവിതം പരാജയപ്പെടുത്തുകയാണ്. ഞങ്ങൾ അതറിയാതെ തന്നെ ഒരു പെട്ടിൽ വച്ചിരിക്കുന്നു. രാം നാരായണ രാം നിങ്ങളുടെ തീർത്തുപോയ ജീവിതത്തിനെതിരായി മാറാൻ സഹായിക്കും.